ഈ ദിവസം യോനയുടെ ജീവിതത്തിൽ നടന്നതായ ചില സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോന പ്രവാചകൻ, ചില വേദപണ്ഡിതന്മാർ പറയാറുണ്ട് യോന എലീശ പ്രവാചകന്റെ ശിഷ്യനാണെന്ന്. ഇങ്ങനെ പറയാറുണ്ട്. അമിത്യായുടെ മകനായിരിക്കുന്ന യോനയ്ക്ക് ആരാണ് പ്രത്യക്ഷനായത്? ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമായി. ദൈവം സംസാരിച്ചു, യോന, ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരു ഗൗരവമായ വിഷയം, അത്യാവശ്യമായൊരു വാർത്ത നിന്നെ അറിയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നിനവേ പട്ടണത്തിലെ പാപം പെരുകിയിരിക്കുന്നു. നിനവേ പട്ടണത്തിലുള്ള ആളുകൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, എന്തും ചെയ്യാൻ മടി കാണിക്കുന്നില്ല, മ്ലേച്ഛമായ രീതിയിൽ ജീവിക്കുന്നു, വകതിരിവില്ലാതെ പാപം പ്രവർത്തിക്കുന്നു. ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഇഷ്ടമുള്ളതുപോലെ നടക്കുന്നു. ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാനവരെ ശിക്ഷിക്കില്ല എന്ന് കരുതുന്നു. അതും ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പട്ടണമായ, ഏറ്റവും വലിയ ജനപ്പെരുപ്പമുള്ള പട്ടണമായി നിനവേ പട്ടണം ആ കാലത്ത് അറിയപ്പെട്ടിരുന്നു. നിനവേ അശൂറിന്റെ ക്യാപിറ്റൽ സിറ്റിയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇസ്രായേൽ പട്ടണത്തിലേക്ക് അശൂർ സാമ്രാജ്യം കടന്നുവന്ന് അവരെ ജയിച്ച് അടിമകളായി പിടിച്ചുകൊണ്ടുപോകാനിടയായി. യഹൂദ രാജ്യത്തിലേക്ക് നെബൂഖദ്നേസർ വന്ന് ബാബിലോൺ സാമ്രാജ്യം വന്നവരെ പിടിച്ചുകൊണ്ടുപോയി. ദയവിച്ചത് ശ്രദ്ധിക്കുക. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ബാബിലോൺ പട്ടണം. അതുപോലെ അശൂർ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി നിനവേ പട്ടണമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി റോമൻ പട്ടണം. ഇങ്ങനെ ആ കാലത്ത് ലോകത്തെ തന്നെ കീഴ്മേമറിച്ചതായ രാജ്യങ്ങളാണിത്. കുറെ കാലം അശൂർ സാമ്രാജ്യം വന്ന് ലോകത്തെ തന്നെ ഭരിച്ചിരുന്നു. അങ്ങനെ ലോകത്തെ തന്നെ ഭരിച്ചതായ ആ കാലത്ത് അവർ തിരഞ്ഞെടുത്ത ആ ക്യാപിറ്റൽ സിറ്റി കേന്ദ്രം നിനവേ പട്ടണമായിരുന്നു. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായിട്ട് അന്ന് നിനവേ അറിയപ്പെട്ടിരുന്നു. അന്ന് നിനവേലുണ്ടായിരുന്നതായ ബിൽഡിംഗുകൾ നിങ്ങൾ കണ്ടാൽ അതിശയിക്കപ്പെടും. ഒരു നിമിഷം നോക്കുക, നിനവേ പട്ടണത്തിന്റെ ബിൽഡിംഗ് എങ്ങനെയുള്ളതായിരുന്നുവെന്ന്. എത്ര മനോഹരമായിട്ടാണ് ആ പട്ടണം നിർമ്മിച്ചിരിക്കുന്നതെന്ന്. കാരണം അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക ശേഷി, അതുപോലെ അവർക്കുണ്ടായിരിക്കുന്ന അധികാര ശക്തി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടണം എന്ന രീതിയിലുള്ളതായ നിഗളം. എന്തു ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല, കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ഞങ്ങളുടേതാണ്. ലോകത്തെ മുഴുവനും ഭരിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഞങ്ങളുടെ രാജ്യം. അതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ഭാവത്തോടെ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു വരികയായിരുന്നു. ഇന്നും നമ്മുടെ ഇടയിലുമുണ്ട് ചില ആളുകൾ. അവർക്കുണ്ടായിരിക്കുന്ന അധികാരം കൊണ്ടോ, അവർക്കുള്ളതായ സമ്പത്ത് കൊണ്ടോ, അവർക്കുള്ള സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടുമൊക്കെ എന്തു ചെയ്താലും സാരമില്ല, എന്നോട് ചോദിക്കുവാൻ ആരുമില്ല, ആരാണെന്നെ എതിർക്കുന്നത്, ആരാണെന്നെ ചോദ്യം ചെയ്യുന്നത്. മാതാപിതാക്കളുടെ വാക്കുകൾ നീ കേൾക്കില്ല, ഭാര്യയെ നോക്കുകയില്ല, ഭർത്താവിനെ അനുസരിക്കില്ല, മേലധികാരിയുടെ വാക്കുകൾ കേൾക്കില്ല, നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ വഴിയെ നീ ജീവിക്കുന്നു. നിനക്കിഷ്ടമുള്ള രീതിയിൽ പാപപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. എന്തു ചെയ്താലും സാരമില്ല എന്ന് നീ വിചാരിക്കുന്നു. എങ്ങനെ ജീവിച്ചാലും എന്തെല്ലാം ചെയ്താലും എന്നോട് ചോദിക്കാൻ ആരുമില്ല എന്ന് നീ വിചാരിക്കുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ കാണുന്നുണ്ട്. ആരെല്ലാം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കും. നിശ്ചയമായും ഞാൻ നിന്നെ ശിക്ഷിക്കും. നിനവേ പട്ടണക്കാർ വിചാരിച്ചു അവർ ചെയ്യുന്നതായ പാപങ്ങൾ ആരും തന്നെ കാണുന്നില്ല, ആരും ശിക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമുക്ക് ശ്രദ്ധിക്കാം. അതായത് യോനയ്ക്ക് ശേഷം മീഖ, മീഖയ്ക്ക് ശേഷം നഹൂമുണ്ട്. നഹൂം എന്ന പ്രവാചകൻ നിനവേ പട്ടണത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 3-ാം അധ്യായം. രക്തപാതങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടുപോകുന്നതുമില്ല. നിനവേ പട്ടണക്കാരുടെ സ്വഭാവം എന്തെന്നറിയാമോ? വഞ്ചിക്കുക എന്നതാണ്. മനുഷ്യനെ അപഹരിക്കുക, മനുഷ്യനെ വഞ്ചിക്കുക, മനുഷ്യനെ നശിപ്പിക്കുക. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? വാക്കുകൾ കൊണ്ട് ചതിക്കുന്നവർ, പ്രവൃത്തികൾ കൊണ്ട് വഞ്ചിക്കുന്നവർ, കപടവാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സമ്പത്തിനെ തട്ടിയെടുക്കുവാൻ, അതിക്രമങ്ങൾ നടത്തുന്നതിനു വേണ്ടി, മറ്റുള്ള ആളുകളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കേണ്ടതിന് വേണ്ടി കപട വാക്കുകൾ പറഞ്ഞവരെ വീഴിക്കുന്നവർ ഉണ്ടോ?
മറ്റുള്ളവനെ അപഹരിക്കാൻ ശ്രമിക്കുന്നതായ ആളുകളുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിന്നിൽ നിനവെ പട്ടണക്കാരുടെ സ്വഭാവമുണ്ട്. ഇടവിടാതെ രാവും പകലും ഒരേ പണി, വഞ്ചിക്കുകയെന്നത്. ബലാത്കാരം ചെയ്യുക, മറ്റുള്ള ആളുകളെ അപഹരിക്കുക. മറ്റുള്ളവനിഷ്ടമല്ല എങ്കിലും തങ്ങളുടെ ആവശ്യത്തെ കണ്ടുകൊണ്ട് അവിഹിതമായിട്ട് അനീതി ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളെ കബളിപ്പിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് മറ്റുള്ളവർക്കുള്ളത് അപഹരിച്ച് കൈക്കലാക്കുക. അവരുടെ സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ട്, നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തട്ടിപ്പിനിരയാക്കുന്നവർ നമ്മുടെ നടുവിലില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. കവർച്ച വിട്ടുപോകുന്നതുമില്ല. ചമ്മട്ടികളുടെ ഒച്ച, ചക്രങ്ങൾ കിരുകിരുക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേക ഹീതന്മാർ, അനവധി ശവങ്ങൾ. പിണങ്ങൾക്ക് കണക്കില്ല. അവർ പിണങ്ങൾ തടഞ്ഞ് വീഴുന്നു. 4-ാമത്തെ വാക്യം, പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി. ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്. സഹോദരി, നിന്നെക്കുറിച്ചിവിടെ എഴുതിയിരിക്കുന്നു. സഹോദര, നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. സൗന്ദര്യമുള്ളവളായി. ദൈവം നിനക്ക് അഴകു തന്നിരിക്കുന്നു. എന്തിനാണ്? മറ്റുള്ളവരെ വശീകരിക്കാനാണോ? ദൈവം അഴകു തന്നിരിക്കുന്നു. എന്തിനാണ്? മറ്റുള്ളവരുടെ ജീവിതത്തെ വഴിയാധാരമാക്കാനാണോ? ദൈവം തന്നിരിക്കുന്ന നന്മകളെ അടിസ്ഥാനമാക്കി ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ, യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, നിശ്ചയമായിട്ടും ദൈവം നിന്നെ ശിക്ഷിക്കുന്നു. ആ ദിവസം താമസിയാതെ വരാനിടയാകും. ഇത് ദൈവം നിനക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. അതാണ് അന്ന് യോനയിൽ കൂടി ദൈവം നിനവെ പട്ടണത്തിന് കൊടുക്കുന്നതായ മുന്നറിയിപ്പ്. നഹൂം എന്താണ് പറഞ്ഞത്? സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തവും ഇങ്ങനെ ഭവിച്ചിരിക്കുന്നു. പരസംഗവും വ്യഭിചാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഞാൻ പറയാം. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതായ ഭാര്യയും വിവാഹം കഴിഞ്ഞ ഭർത്താവും പരപുരുഷനോടും പരസ്ത്രീയോടുമൊപ്പം കഴിയുന്നതിനെയാണ് വ്യഭിചാരമെന്ന് വിളിക്കുന്നത്. പരസംഗമെന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ, വിവാഹം കഴിയുന്നതിന് മുമ്പ് മറ്റുള്ള ഒരു ആൺകുട്ടിയോടൊപ്പമോ പെൺകുട്ടിയോടൊപ്പമോ ചെയ്യുന്നതായ തെറ്റാണ്, പാപമാണ് പരസംഗം. ഇത് ഈ കാലത്ത് ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ചെയ്യുന്ന വ്യഭിചാരത്തിനേക്കാൾ, നമ്മൾ സാധാരണമായിട്ട് വ്യഭിചാരം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഈ കാലത്ത് കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് പരസംഗമാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊപ്പം കിടക്ക പങ്കിടണമെന്നുള്ള ആഗ്രഹം യൗവനപ്രായത്തിൽ തന്നെ മ്ലേച്ഛകരമായ രീതിയിൽ നടക്കുന്നു. 12-13 വയസ്സ് ഉള്ളപ്പോൾ തന്നെ കന്യകത്വം നഷ്ടമാക്കുന്നു. 13, 14, 15 പ്രായമുള്ളപ്പോൾ തന്നെ പെൺകുട്ടികളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ഈ കാലത്ത് വ്യഭിചാരത്തിനേക്കാൾ ഭയങ്കരമായിട്ട് പരസംഗം വർദ്ധിച്ചിരിക്കുന്നു. ആ കാലത്ത് നിനിവെ പട്ടണത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ഒരു വശത്ത് വേശ്യയെപ്പോലെ ജീവിക്കുന്നു, അതായത് വിവാഹത്തിന് ശേഷം പാപപ്രവർത്തികൾ ചെയ്യുന്നു. മറുവശത്ത് പരസംഗം, വിവാഹത്തിന് മുമ്പ് തന്നെ മ്ലേച്ഛകരമായ രീതിയിൽ നടക്കുന്നവർ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ വ്യഭിചാരം ചെയ്യുന്ന ആളുകളുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയോടൊപ്പമല്ലാതെ, ഭർത്താവിനോടൊപ്പമല്ലാതെ പരസ്ത്രീയോടൊപ്പവും പുരുഷനോടൊപ്പവും അവിഹിതമായി ജീവിക്കുന്ന ആളുകളുണ്ടോ? വിവാഹത്തിന് മുമ്പ് തന്നെ പഠിക്കുന്നതായ കാലത്തിൽ, ജോലി ചെയ്യുന്നതായ കാലത്തിൽ തന്നെ ഇഷ്ടമുള്ളതുപോലെ നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതായ അനുജത്തി, ദൈവം നിനക്ക് മുന്നറിയിപ്പ് തരികയാണ്. നിന്റെ ദുർനടപ്പിനെ ഞാൻ കാണുന്നുണ്ട്. നീ എവിടേക്കാണ് പോകുന്നത്? എന്തെല്ലാം നീ പ്രവർത്തിക്കുന്നു? നിന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം നീ നേരെ വീട്ടിൽ വരാതെ എങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് ഞാൻ കാണുന്നുണ്ട്. ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് ഏതെല്ലാം ദുഷ്പ്രവൃത്തികളാണ് നീ ചെയ്യുന്നത്? എത്ര വിദഗ്ധമായിട്ടാണ് നീ അവരെ പറ്റിക്കുന്നത്? ആരുമറിയാതെ എത്രത്തോളം നീ ജാഗ്രതയോടെ ജീവിക്കുന്നു? ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. കേൾക്കുക, ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു. തീവ്രമായ ശിക്ഷ വിധിക്കാൻ പോകുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, രക്തപാതകങ്ങളുടെ പട്ടണമേ, യാതൊരു ദയയും കൂടാതെ മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന ഒരു പട്ടണമാണത്. നിഷ്കരുണമായിട്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പട്ടണമാണത്. പ്രിയ സഹോദരാ, സഹോദരി,
ഇവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിനവേ പട്ടണത്തിൻ്റെ പാപം എന്താണെന്ന്. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തവും തന്നെ ഇങ്ങനെ ഭവിച്ചു. ഇതാണ് യോന ചെന്ന് മുന്നറിയിപ്പ് കൊടുക്കേണ്ട പട്ടണത്തിൻ്റെ അവസ്ഥ. ദൈവം പറഞ്ഞ മുന്നറിയിപ്പ് അതാണ്. യോനാ നശിച്ചിരിക്കുന്നു, നിനവേ പട്ടണം നശിച്ചിരിക്കുന്നു. നിനവേ പട്ടണക്കാർ വിചാരിക്കുന്നു ലോകത്തിലെ അതിപ്രശസ്ത പട്ടണമാണെന്ന്. അശൂർ സാമ്രാജ്യം വിചാരിക്കുന്നു ലോകത്തിലെ വലിയ സാമ്രാജ്യമാണ് ഞങ്ങളുടേത്, ഞങ്ങളെ എതിർക്കുവാൻ ആരുമില്ല, ഞങ്ങളോട് ഏറ്റുമുട്ടുവാൻ, ഞങ്ങളോട് കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നു. അവരുടെ പാപത്തെ ഞാൻ കണ്ടിരിക്കുന്നു. എന്നിട്ടെന്താണ് പറയുന്നത്? യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. നിനവേ പട്ടണക്കാരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവരുടെ പാപം എൻ്റെ ദൃഷ്ടിയിൽ വന്നിരിക്കുന്നു. എനിക്കത് കാണാൻ കഴിയുന്നില്ല. അവർ ചെയ്യുന്ന അന്യായം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ചില സമയത്ത് ഭർത്താക്കന്മാർ വീട്ടിൽ ചെന്നിട്ട് മദ്യപിച്ച് ഭാര്യയെ ഉപദ്രവിക്കുന്നത് കാണാം. അയൽപക്കക്കാർക്കൊക്കെ ഒരുപക്ഷെ ഇത് കണ്ടു നിൽക്കാൻ തന്നെ പ്രയാസമാണ്. ആ പാവപ്പെട്ട സ്ത്രീയെ അയാൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ പാവപ്പെട്ട സ്ത്രീയെ എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ച് അടിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കത് കണ്ടു നിൽക്കാൻ പോലും കഴിയാതെ വരുന്നു. ചിലർക്ക് രോഗമുണ്ടാകുന്നു. ആ രോഗത്തിൽ അവർ ഭാരപ്പെടുമ്പോൾ വീട്ടുകാർക്ക് പോലും അത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ വരുന്നു. ചില സമയത്ത് സാമ്പത്തികമായി വളരെ തകർച്ച അനുഭവിക്കുമ്പോൾ സഹായം ചെയ്യുവാനുള്ളതായ സ്ഥിതിയോ സാമ്പത്തിക ശേഷിയോ സഹോദരങ്ങൾക്കില്ലാതെ വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ അനിയൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, സഹോദരി കഷ്ടപ്പെടുന്നു, കാണാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ദൈവം പറയുകയാണ്, ഈ നിനവേ പട്ടണക്കാരുടെ പാപം എനിക്ക് കാണാൻ കഴിയുന്നില്ല. തങ്ങൾക്ക് തോന്നിയതുപോലെ അവർ ജീവിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് കോപവും അവരെ ശിക്ഷിക്കണമെന്ന ആഗ്രഹവും ഉണ്ടാകുന്നു. യോന, പോവുക, അവരുടെ പാപം പെരുകിയിരിക്കുന്നു, അവരെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. നഹൂം മുന്നറിയിപ്പ് കൊടുത്തു. വീഥികളിൽ ശവങ്ങൾ കൂടിക്കിടക്കുന്നത് കാണുന്നു എന്ന്. മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് നമുക്കറിയാം, റോഡ് നന്നല്ല എങ്കിൽ നടക്കുന്ന സമയത്ത് കല്ലുകളൊക്കെ കാണാൻ കഴിയും. എന്നാൽ നിനവേ പട്ടണത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്നറിയാമോ? മനുഷ്യൻ റോഡിൽ കൂടി നടക്കുമ്പോൾ കൂട്ടമായ ശവശരീരങ്ങൾ കിടക്കുന്നത് കാണാനിടയാകും. ആ രീതിയിൽ ദൈവം നിനവേ പട്ടണം ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ പോകുന്നു. ശവശരീരങ്ങൾ റോഡുകളിൽ ചിതറിക്കിടക്കാനിടയാകും. ഇങ്ങനെ നഹൂമിൽ കൂടി ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ കേട്ടില്ല, ചെവി കൊണ്ടില്ല. ദൈവം ഒരു പ്രവാചകനായിരുന്ന നഹൂമിൽ കൂടി മുന്നറിയിപ്പ് കൊടുത്തിട്ട് ദൈവം നിന്നില്ല. ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഒരു മാറ്റവുമില്ലല്ലോ. എന്റെ പ്രവാചകനെ അയച്ചിട്ട് നിങ്ങൾക്ക് കഷ്ടം വരാൻ പോകുന്നു, ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അത് കേൾക്കുന്നില്ല. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന സഹോദര സഹോദരി, ഈ എളിയ ദാസനിൽ കൂടി ദൈവം നിനക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ, വചനമുറച്ച് പറയുമ്പോൾ, ദൈവം നിന്നെ ശിക്ഷിക്കാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് നിനക്ക് നൽകുമ്പോഴും നിനക്കെന്തോ ഒരു ധൈര്യമാണ്, നിനക്കെന്തോ ഒരു വിശ്വാസമാണ്. ഒന്നും സംഭവിക്കില്ല. ഈ മുന്നറിയിപ്പുകളും ബഹളവുമൊക്കെ എപ്പോഴും കാണുന്നതല്ലേ. കാൽവെട്ടമ്പിൽ ചെന്ന ഓരോ സമയത്തും പാപത്തെ കണ്ണിച്ച് സംസാരിക്കുന്ന കേൾക്കും. ഈ പ്രസംഗങ്ങളൊക്കെ സാധാരണമാണല്ലോ. ഇങ്ങനെയാണ് നീ വിചാരിച്ചിരിക്കുന്നത്. നഹൂമിൽ കൂടി മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ പാപികളായ മനുഷ്യർ കേൾക്കാതിരുന്നപ്പോൾ ദൈവം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? യോന, അവർക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ അവരൊരു സത്യത്തെ മനസ്സിലാക്കണം. ആ സത്യം എന്താണ്? പാപം ചെയ്യുന്ന ഓരോരുത്തരെയും ഞാൻ ശിക്ഷിക്കും. എന്നാൽ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കും. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എൻ്റെ സന്നിധിയിലേക്ക് കടന്നുവന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ അവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും. നിനവേ പട്ടണക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, ഞാനവരെ ശിക്ഷിക്കാൻ പോകുന്നുവെന്ന്. ശിക്ഷിക്കുന്നതിന് മുൻപ് ഞാനവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഒരവസരം കൂടി കൊടുക്കുകയാണ്. അവർ അനുദപിച്ചേക്കാം. അവർക്ക് മാറ്റമുണ്ടാകുവാൻ, അവരുടെ മാനസാന്തരം വന്ന് സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ, നല്ല
ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടേക്കുമോ എന്ന് നോക്കാം. അതുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുക. സഹോദര സഹോദരി, ദൈവചിത് കേൾക്കുക. ദൈവം സ്നേഹവാനാണ്. അവൻ സ്നേഹസ്വരൂപിയാണ്. സ്നേഹസ്വരൂപിയായിരിക്കുന്ന ദൈവം തൻ്റെ കണ്ണുകൾ കൊണ്ട് മനുഷ്യനെ നോക്കിയപ്പോൾ, മനുഷ്യൻ്റെ പാപത്തെ കണ്ടപ്പോൾ, അവൻ നീതിമാനാകൊണ്ട്, ന്യായാധിപനാകൊണ്ട് തെറ്റു ചെയ്തവരെ നിശ്ചയമായിട്ടും ശിക്ഷിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മനുഷ്യനെ ശിക്ഷിക്കാനല്ലായിരുന്നു. മനുഷ്യനെ ശിക്ഷിക്കുന്നതിൽ ദൈവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല എന്ന് ഉള്ളതായ കാര്യം യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്. യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക്, അതായത് ദുഷ്ടൻ മരിക്കുകയാണെങ്കിൽ, അവന്റെ പാപഫലമായി അവൻ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ എനിക്കതിൽ എന്തെങ്കിലും താൽപ്പര്യമുണ്ടാകുമോ? പ്രിയമകളെ, മകനെ കേൾക്കുന്നോ? നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി നീ ശിക്ഷ അനുഭവിച്ച് നീ മരിച്ചാൽ ദൈവത്തിന് വലിയ സന്തോഷമാണോ? നിന്റെ ഭാര്യ പറഞ്ഞേക്കാം, ഇയാൾ പോയാൽ ഒരു ബാധയൊഴിഞ്ഞു, മരിച്ചാൽ മതിയായിരുന്നു, കഷ്ടത മാറിപ്പോകും. ഭാര്യ പറഞ്ഞേക്കാം, നീ ഇല്ലാതായാൽ നല്ലതാകുമെന്ന് എന്ന് പറഞ്ഞേക്കാം. നീയൊരു ദുഷ്ടയായിട്ട് ജീവിക്കുമ്പോൾ നിന്റെ ശല്യം സഹിക്കവയ്യാതെ ഒരുപക്ഷെ അവസാനം ഭർത്താവ് പറഞ്ഞേക്കാം, നീ മരിച്ചാൽ മതിയെന്ന്, കഷ്ടത മാറുമെന്ന്. നീ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികൾ സഹിക്കവയ്യാതെ, നിന്റെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ നീ കല്യാണം കഴിച്ചതായ നിന്റെ ഭാര്യ ഒരുപക്ഷെ പറഞ്ഞേക്കാം, നീ മരിച്ചാൽ മതിയെന്ന്. ചില സന്ദർഭങ്ങളിൽ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ സഹിക്കവയ്യാതെ ഒരുപക്ഷെ നേരെ പറഞ്ഞില്ല എങ്കിലും മനസ്സിൽ പറഞ്ഞേക്കാം, എന്താണെന്ന് വെച്ചാൽ, ഇവൻ എന്തിനാണ് ജനിച്ചതെന്ന്, ഇങ്ങനെയുള്ള മകൾ എന്തിനാണ് ജനിച്ചത്, ഇവൾ ജനിക്കാതെ മരിച്ചാൽ മതിയായിരുന്നു, ഇവൻ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നതെന്ന്. ആ ദുഃഖം സഹിക്കവയ്യാതെ, ആ കഷ്ടത സഹിക്കവയ്യാതെ ഇയ്യോബ് എന്തു പറഞ്ഞെന്നറിയാമോ? ഞാൻ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയാൽ മതിയായിരുന്നു, സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയ സഹോദര സഹോദരി, ദൈവം പറയുകയാണ്, നീ ചെയ്യുന്ന പാപപ്രവർത്തികൾ നിമിത്തമായിട്ട് മാറാരോഗം നീ വരുത്തിവെക്കുകയാണെങ്കിൽ, നിന്റെ ഉപദ്രവം കണ്ടുകൊണ്ട് നിന്റെ ഭാര്യ പറഞ്ഞേക്കാം, നീ മരിച്ചാൽ മതിയെന്ന്. നീ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ കാരണം നിന്റെ ഭർത്താവ് പറഞ്ഞേക്കാം, നീ മരിച്ചാൽ നല്ലതാണെന്ന്. എന്നാൽ ദൈവം അങ്ങനെ ചിന്തിക്കുന്ന ദൈവം അല്ല. നീ എത്ര പാപിയാണെങ്കിലും, നീ എത്ര വലിയ പാപിനിയാണെങ്കിലും നീ നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ നശിച്ച് നരകത്തിലേക്ക് പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷേ നീ മരിച്ചുപോയാൽ സങ്കടപ്പെടുന്നവനിൽ ഞാനായിരിക്കും ഒന്നാമൻ. ഒരുവൻ പാപം ചെയ്ത പാപത്തിന്റെ ഫലമായ ശിക്ഷയായി മരിച്ചുപോയാൽ എനിക്കതിൽ സംതൃപ്തി ഉണ്ടാകുമോ? 23-ാം വാക്യം, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താൽപ്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താൽപ്പര്യമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് എന്താണ് പറയുന്നത്? നീ ചെയ്യുന്നതായ പാപപ്രവൃത്തികൾ വിട്ട് നീ നന്നായിട്ട് ജീവിക്കണമെന്നാണ്. നീ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ, നിന്റെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ അവസാനം നിന്റെ ഭാര്യ ഒരുപക്ഷെ പറഞ്ഞേക്കാം, നീ ഇല്ലാതായാൽ നല്ലതാകുന്നുവെന്ന്. ഒരു ബാധയൊഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വന്നേനെ, ഇവൾ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ കഷ്ടത സഹിക്കവയത് ഞാൻ മരിക്കേണ്ടി വന്നേനെ, മരിച്ചതുകൊണ്ടൊരു കഷ്ടത തീർന്നുപോയി, എങ്ങനെ ഭർത്താവോ ഭാര്യയോ ഒക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കുകയില്ല. നീ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര പാപിയാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ നന്നായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയുകയാണ്, ദുഷ്ടൻ തൻ്റെ ദുഷ്ടത കൊണ്ട് മരിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ താൽപ്പര്യമുണ്ടാകുമോ? തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം പറയുകയാണ്, മകനേ മകളെ, നീ ചെയ്യുന്നതായ പാപപ്രവൃത്തികൾ നിമിത്തം നീ നിന്റെ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും വരുത്തിവെക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കുന്നു, അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിവെക്കുന്നു, ജീവിതത്തിലെ കുടുംബത്തിലെ ശാന്തിയെ നഷ്ടമാക്കുന്നു, മനുഷ്യരുമായിട്ടുള്ള നല്ല ബന്ധത്തെ ഇല്ലാതെയാക്കുന്നു, ഫലമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയപരമായുമുള്ളതായ സന്തോഷത്തെ കെടുത്തിക്കളയുന്നു. അശാന്തിയും അസ്വസ്ഥതയുമൊക്കെ ജീവിതത്തിൽ വരുത്തിവെച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം നീ മരിക്കുന്നു. അങ്ങനെ മരിച്ചാൽ എനിക്ക് സന്തോഷമാകുമോ? നീ ചെയ്യുന്ന പാപങ്ങളെന്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിന്നിലുള്ളതായ കുറവുകളെന്താണെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നല്ലോ.
എൻ്റെ മുന്നറിയിപ്പുകളെ കൈക്കൊണ്ടുകൊണ്ട് ക്ഷമയാചിച്ചാൽ നിനക്ക് ജീവിക്കാൻ കഴിയും. ക്ഷമ ചോദിച്ചാൽ ഞാൻ നിനക്ക് വിടുതൽ നൽകാം, നല്ല ജീവിതത്തെ നൽകാം, നല്ല ഭാവിയെ ഒരുക്കാം. നിന്റെ തെറ്റുകളെ നീ ഏറ്റുപറയുമോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നഹൂമിൽ കൂടി ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ നിനിവെ പട്ടണക്കാർ അത് കേട്ടില്ല. യോനയെ അയച്ചിട്ട് ഫൈനൽ ചാൻസ്, ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തിനാണ് ദൈവം ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? അവർ നശിച്ചു പോകുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പ്രിയമകനെ, മകളെ, ഈ ദിവസം ദൈവം വളരെ വ്യക്തമായി നിന്നോട് സംസാരിക്കുന്നു. അവൻ ഇതിൽ കൂടി നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ കാരണമെന്തെന്നറിയാമോ? നീ നശിക്കുവാൻ അവൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. നീ പെട്ടെന്നൊരു ദിവസം മരണപ്പെടുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. നീ അപകടത്തിൽപ്പെടുന്നത് അവൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. നരകത്തിൽ വീണ് ഇല്ലാതാകുന്നത് അവനിഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അല്പം കഠിനമാണെങ്കിലും ശരി, ദൈവം നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. നീ ചെയ്യുന്ന സകല തെറ്റുകളെയും ഞാൻ കാണുന്നുവെന്ന്. ശിക്ഷിക്കുവാൻ പോകുന്നു. ആ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേയൊരു വഴിയേ ഉള്ളൂ. നിന്റെ മനസ്സിനെ മാറ്റുക, നിന്റെ ഹൃദയത്തെ മാറ്റുക, നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കുക. തൻ്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എബ്രഹാം ലിങ്കൺ ചില സന്ദർഭങ്ങളിൽ കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കള്ളന്മാരുടെ നടുവിൽ ചെന്നിട്ട് അവരോട് സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അവരുടെ ജീവിതകാലം മുഴുവനും അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയല്ലേ. ഞാൻ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ അവരെ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ ആശ്വസിപ്പിക്കുന്നത്? ഇങ്ങനെ കാരാഗൃഹത്തിൽ കിടക്കുന്നതായ തടവുകാരെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പോയി സന്ദർശിച്ചിരുന്നു. അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് ആരെങ്കിലും ക്ഷമിക്കപ്പെടുവാൻ, വിടുതൽ ലഭിക്കുവാൻ യോഗ്യതയുള്ളവരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുവാനുള്ളതായ അധികാരവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോരുത്തരെ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ടായിരുന്നു, പ്രസിഡന്റ് സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്യായമായിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടങ്ങ് ദയവ് ചെയ്ത് എന്നെ വിടുവിക്കണമേ. ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ശരി, നീ എന്തു പറയുന്നു? ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത സമയത്ത് അറിയാതെ അന്യൻ്റെ പോക്കറ്റിൽ കൈയിടാനിടയായി. അയാൾ പെട്ടെന്ന് കള്ളൻ കള്ളൻ എന്ന് നിലവിളിച്ചിട്ട് എന്നെ പിടിച്ചുകൊണ്ടുവന്നു. ഇതാ ഇപ്പോൾ ജയിലിലായിരിക്കുന്നു. വാസ്തവത്തിൽ നീ മോഷിച്ചില്ല. അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അറിയാതെയാണ് അന്യൻ്റെ പോക്കറ്റിൽ കൈയിട്ട് പോയത്. അങ്ങനെയാണോ? ശരി, നിന്റെ കാര്യം എന്താണ്? ഞാൻ അല്പം അധികം മദ്യപിക്കാനിടയായി. അങ്ങനെ എൻ്റെ വീട്ടിൽ പോകേണ്ടതിന് പകരമായി അന്യൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുത്തെ ആ മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അങ്ങനെ ഓരോരുത്തരായിട്ട് അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അന്യായമായിട്ടാണ് എന്നെ ശിക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും നല്ലവരായ ആളുകളാണ്, അന്യായമായി ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ അവസാനത്തെ മുറിയിലേക്ക് ചെന്നു. എബ്രഹാം ലിങ്കൺ ആ തടവുകാരനോട് സംസാരിക്കാൻ നോക്കിയപ്പോൾ എബ്രഹാം ലിങ്കൺ വന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ആ തടവുകാരൻ തൻ്റെ മുഖം പോലും അദ്ദേഹത്തെ കാണിക്കാൻ ലജ്ജിച്ചിട്ട് മുഖം 2 കൈകൾ കൊണ്ട് പൊത്തി. അദ്ദേഹം നിലവിളിച്ച് പറയുകയാണ്, എബ്രഹാം ലിങ്കൺ സാറേ, ഞാൻ പരമദ്രോഹിയാണ്. ഞാൻ നല്ലവനല്ല. എത്രയോ കുറ്റകൃത്യങ്ങൾ ഞാൻ ചെയ്തവനാണ്. എത്ര പേരുടെ ജീവിതം വഴിയാധാരമാക്കി. എന്നെപ്പോലെ ഒരു ദുഷ്ടൻ സമൂഹത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ തടവറയിൽ കിടക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങയുടെ മുഖത്ത് നോക്കുവാൻ പോലും ഞാൻ യോഗ്യതയുള്ളവനല്ല. ഞാൻ ഒരു നല്ലവനായ മനുഷ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. എബ്രഹാം ലിങ്കൺ ജയിലധികാരികളെ വിളിപ്പിച്ചിട്ട് എന്തു പറഞ്ഞെന്നറിയാമോ? ഞാനിവിടെ കണ്ട ഇവരെല്ലാവരും തന്നെ നല്ലവരാണ്. അയാൾ നല്ലവനാണ്, ഇയാൾ നല്ലവനാണ്, അവൻ നല്ലവനാണ്, ഇവൻ നല്ലവനാണ്. ഞാൻ കണ്ടവരെല്ലാം നല്ലവരാണ്. എന്നാൽ ഇയാൾ മാത്രമാണ് ദുർമാർഗി. ഇത്രയും നല്ല മനുഷ്യരുടെ ഇടയിൽ ഈ ദുഷ്ടൻ നിന്നാൽ അവരും വഴിതെറ്റാനിടയാകും. അതുകൊണ്ട് ഈ ദുഷ്ടനെ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞു ആ മനുഷ്യനെ പുറത്തിറക്കാനിടയായി. എന്തുകൊണ്ടാണ്? ഇവരെല്ലാവരും ആരാണ്? നല്ലവരാണെന്ന്. പ്രിയ സഹോദര സഹോദരി,
തൻ്റെ തെറ്റ് ഏറ്റുപറയുന്നവനാണ് വിടുതൽ ലഭിക്കുന്നത്. ഇന്ന് നീ എന്തു ചെയ്യാൻ പോകുന്നു? ഈ വചനം കേട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ നീ എന്തു ചെയ്യാൻ പോകുന്നു? സമാധാനത്തോടെ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇതാണ് സത്യം. നീ ചെയ്തതായ പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്ന ദൈവം ഉണ്ട്. ആ ദൈവം പറയുകയാണ്, നിനക്ക് ശാന്തിയും സമാധാനവുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ ആരായിരിക്കുന്നുവോ, നീ എന്തെല്ലാമാണോ പ്രവർത്തിക്കുന്നത്, മനുഷ്യരുടെ മുൻപിൽ നീ എത്ര നല്ലവനായിട്ട് യോഗ്യതയുള്ളവനായിട്ട് കാണപ്പെട്ടാലും എന്റെ മുൻപിൽ നിന്റെ ഹൃദയം നേരുള്ളതല്ല എന്നതാണ് വാസ്തവം, സത്യം. മുന്നറിയിപ്പോടുകൂടിയ ഈ സന്ദേശം കേട്ടിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കാമോ? കർത്താവ്, എന്നിൽ യാതൊരു നന്മകളും കാണുന്നില്ലപ്പാ. എൻ്റെ നാവ് ശരിയല്ല, എൻ്റെ ചിന്തകൾ ശരിയല്ല, എൻ്റെ നോട്ടം ശരിയല്ല, എൻ്റെ ആലോചനകൾ നല്ലതല്ല, എൻ്റെ ആഗ്രഹങ്ങൾ നല്ലതല്ല, ഞാൻ ചെയ്യുന്നതായ പ്രവൃത്തികൾ നല്ലതല്ല, ഞാൻ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ നല്ലതല്ല, ഞാൻ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ ശരിയല്ല, ഞാൻ സമ്പാദിക്കുന്ന രീതി ശരിയല്ല. എന്നോട് ക്ഷമിക്കണമേ. ഈ ജീവിതം ഇങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോയാൽ ഞാൻ ആകസ്മികമായി മരിക്കാനിടയാകും. ആ ദിവസം വരും മുമ്പേ എന്ന് പൂർണ്ണ മനസ്സോടെ നിങ്ങളിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കൂ. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഞങ്ങൾ പുറമേ നീതിമാന്മാരാണ്, നല്ലവരാണ്, എന്നാൽ വാസ്തവത്തിൽ ഞങ്ങളിൽ ഒരു നീതിപ്രവൃത്തിയുമില്ല. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ പാദം മുതൽ ശിരസ് വരെയും നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ നീ കഴുകണമേ, ഹിമത്തേക്കാൾ വെളുപ്പുള്ളതായി. കർത്താവേ, എന്നെയും ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കണമേ. നായ തൻ്റെ വിസർജ്യത്തിലേക്ക് തിരിയുന്നത് പോലെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തിരിയാതിരിക്കാൻ സഹായിക്കണമേ. നിന്റെ ഹിതപ്രകാരം നീ ആശിക്കുന്നത് പോലെ നിന്റെ പൈതങ്ങളായി നീതിയോടെ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാണോ തങ്ങളുടെ നശിച്ച പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുവാനായിട്ട് മുന്നറിയിപ്പിനെ സ്വീകരിച്ചുകൊണ്ട് ഈ പാപപ്രവൃത്തികൾ എനിക്കിനി വേണ്ട എന്ന് ഞാനതെല്ലാം ഉപേക്ഷിക്കുന്നു, ഇങ്ങനെ അനുദപിക്കുന്നതായ സകല വ്യക്തികളോടും ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ എന്നും പുതുമയുള്ളതായൊരു ഹൃദയത്തെ നൽകണമേ എന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.